ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PKPSC സ്റ്റഡീസ്. എല്ലാവർക്കും PKPSC സ്റ്റഡീസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. കമ്പനി ബോർഡ് LGS, VFA, ബെക്കോ LDC എന്നീ എക്സാമുകളൊക്കെ വരാറായി. നിങ്ങളൊക്കെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോ? ഇനിയും തുടങ്ങാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. ഇനിയും ഒട്ടും സമയം കളയാതെ നിങ്ങൾ വേഗം പഠിച്ചു തുടങ്ങിക്കോളൂ. ഒരു ഗവൺമെൻറ് ജോലി നേടാനുള്ള നല്ലൊരു അവസരമാണിത്. കൈവിട്ട് കളയരുതേ. എന്തായാലും പുതിയൊരു വർഷം തുടങ്ങുകയാണ്. അന്ന് തന്നെയാവട്ടെ നമ്മുടെ പഠനത്തിൻ്റെ തുടക്കവും. ഞാനും ജനുവരി 1 നാളെ മുതൽ ഈ 3 എക്സാമുകൾക്കും കൂടി പഠിച്ചു തുടങ്ങുകയാണ്. നിങ്ങൾ ഒരു വീട്ടമ്മയോ ജോലിക്ക് പോകുന്നവരോ ആരുമാകട്ടെ, നിങ്ങളുടെ കയ്യിൽ ഒരു 3.5 മണിക്കൂർ പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാനുള്ള സമയമുണ്ടെങ്കിൽ നിങ്ങൾക്കും എൻ്റെ ടൈം ടേബിൾ ഫോളോ ചെയ്യാം. ഒരു 90 ദിവസത്തെ ടൈം ടേബിളാട്ടോ, ഒരു 90 ഡേയ്സ് ടൈം ടേബിളാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 2 ദിവസത്തെ ടൈം ടേബിൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളിത് ഫോളോ ചെയ്തോളൂ. നിങ്ങളെല്ലാവരും ഈ കമ്പനി ബോർഡ് LGSൻ്റെ VFAയുടെയൊക്കെ സിലബസ് ഡൗൺലോഡ് ചെയ്തെടുത്തോ. അപ്പം നമുക്ക് പഠനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഈ സിലബസുകളാണ് കേട്ടോ. ഇത് കമ്പനി ബോർഡ് LGSൻ്റെ സിലബസാണ്. ഇത് LDCയുടെ സിലബസാണ്. LDCൻ്റെ സെയിം സിലബസ് തന്നെയാണ് VFAയ്ക്കും ബെക്കോ LDക്കും വരുന്നത്. അത് നിങ്ങൾക്കറിയാമല്ലോ. ഈ 2 സിലബസും വെച്ച് നോക്കുമ്പോൾ ഇതിലെ ടോപ്പിക്കുകൾ 3/4 ഭാഗവും സെയിം ആണ്. പിന്നെ LDCയുടെ സിലബസിൽ LGSൽ ഇല്ലാത്ത ഇംഗ്ലീഷും മലയാളം ഉൾപ്പെടുന്നുണ്ട്. പിന്നെ GK ഭാഗത്തു നിന്നും കുറച്ച് എക്സ്ട്രാ ടോപ്പിക്കുകൾ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളൂ. ആദ്യം വരുന്ന എക്സാം കമ്പനി ബോർഡ് LGS ആയതുകൊണ്ട് ആദ്യം കംപ്ലീറ്റ് ചെയ്യുന്നത് കമ്പനി ബോർഡ് LGSൻ്റെ സിലബസാണ്. അതിൽ 2-3 ദിവസം ഇടപെട്ടിട്ട് ഞാൻ ഇംഗ്ലീഷും മലയാളവും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ 90 ഡേയ്സ് ടൈം ടേബിളിൽ കമ്പനി ബോർഡ് LGSൻ്റെ സിലബസാണ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ 90 ഡേയ്സ് കഴിഞ്ഞ ശേഷമാണ് VFA, ബെക്കോ LDC എന്നതിൽ ബാക്കിയുള്ള ടോപ്പിക്ക് നമ്മൾ ടൈം ടേബിളിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ടൈം ടേബിൾ ഒന്ന് നോക്കി വെക്കാം. ഡേ 1, ഡേ 2 ടൈം ടേബിളാട്ടോ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്കത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ 2 ടൈം ടേബിളാണ് കാണിക്കാനുള്ളത്. പിന്നെ ഇനി ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാം ടൈം ടേബിളിൽ, അല്ലെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിലായിട്ട് ടൈം ടേബിൾ ഇടാം. നമുക്ക് ഡേ 1 എന്താ നമ്മൾ പഠിക്കാനുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഡേ 1 ആദ്യത്തെ 1 മണിക്കൂർ നമ്മൾ GK ആണ് പഠിക്കുന്നത്. GK പറയുന്നത് നമ്മൾ GK സ്റ്റാർട്ട് ചെയ്യുന്നത് കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ ദിവസം കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ പാർട്ട് 1 എഴുതിയേക്കണ്. എല്ലാം നമുക്ക് ഒപ്പം പഠിക്കാൻ പറ്റില്ല. ഈ 1 മണിക്കൂർ കൊണ്ട് കേരളത്തിൻ്റെ ഫുൾ നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പകുതിയായിട്ടാണ് പഠിക്കുന്നത്. 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 3 ദിവസം വെച്ചിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ പാർട്ട് 1 നമ്മൾ 1 അവറിൽ പഠിക്കുക. പിന്നെയുള്ള 30 മിനിറ്റിൽ നമ്മൾ മാത്സിൽ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറഞ്ഞാൽ പാർട്ട് 1 എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഭാഗം നമ്മൾ പഠിക്കാം. പിന്നെ അടുത്ത 30 മിനിറ്റിൽ നമ്മൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ഓഫ് സെൻറ്റൻസസ് പഠിക്കുന്നത് കേട്ടോ. ഇംഗ്ലീഷ് കമ്പനി ബോർഡ് LGSന് വരുന്നില്ല, പക്ഷേ ബെക്കോയ്ക്കും VFAയ്ക്കും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിൻ്റെ ടോപ്പിക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ ദിവസവും ഞാൻ ഇംഗ്ലീഷിൻ്റെ ടോപ്പിക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അടുത്ത 30 മിനിറ്റിൽ കറണ്ട് അഫെയർസ്, CA എഴുതിയിരിക്കും കറണ്ട് അഫെയർസ് ആണ്. അത് നമ്മൾ ടോപ്പിക് വൈസ് കറണ്ട് അഫെയർസ് ആണ് നോക്കുന്നത്. പിന്നെ നമുക്ക് മന്ത്ലി വൈസ് നോക്കാം. കേരള സർക്കാരിൻ്റെ പുതിയ പദ്ധതികളാണ് ഞാൻ ഫസ്റ്റ് ഡേ എടുത്തിട്ടുള്ളത് കേട്ടോ കറണ്ട് അഫെയർസിന്. പിന്നെ 30 മിനിറ്റ്, അടുത്ത 30 മിനിറ്റ് കറണ്ട് അഫെയർസ് എന്ന് പറഞ്ഞാൽ ഡെയിലി കറണ്ട് അഫെയർസ് ആണ്. അത് നമുക്ക് ദിവസമുള്ള കറണ്ട് അഫെയർസ് നമുക്ക് പഠിച്ചു പോവാം. പിന്നെ അടുത്ത 30 മിനിറ്റ് എന്ന് പറയുന്നത് റിവിഷനാണ്. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് റിവൈസ് ചെയ്യാൻ 30 മിനിറ്റ് കൊണ്ട് പറ്റുമോ എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് എക്സ്ട്രാ ടൈം നമുക്ക് ഓഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ള ടൈം കണ്ടെത്തുകയാണ് നമ്മൾ നോക്കേണ്ടത്. ഞാൻ അങ്ങനെ ടൈം കണ്ടെത്തിയിട്ടുള്ളതാണ് കേട്ടോ. ഇത് എൻ്റെ വീട്ടു ജോലികൾക്കിടയിലൊക്കെ നമ്മൾ പഠിക്കില്ല, ഓഡിയോ വെച്ചിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് റിവൈസ് ചെയ്യാൻ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഇതൊക്കെ ഞാൻ ഓഡിയോ A0 എന്നൊക്കെ എഴുതിക്കുന്നത് ഇതൊക്കെ ഓഡിയോ ആണ് കേട്ടോ. അതൊക്കെ ഞാൻ എൻ്റെ റിവിഷനാണ് കേട്ടോ. ഫസ്റ്റ് 5 മണി മുതൽ 5:30 വരെ ഇതെൻ്റെ ടൈം ടേബിളാണ്. 5 മണി മുതൽ 5:30 വരെ രാവിലത്തെ ടൈമാണ് കേട്ടോ. അത് കറണ്ട് അഫെയർസ് ഓഡിയോ കേൾക്കും. പിന്നെ 5:30 മുതൽ 6:15 GK പഠിക്കാനുണ്ട്. 7 മണി മുതൽ 7:40 വരെ കറണ്ട് അഫെയർസ്. പിന്നെ ഞാൻ നമ്മുടെ ഫുൾ ടൈം സ്റ്റഡിക്ക് പഠനത്തിനുള്ള ടൈമാണ് 10:40 to 11:40 വരെ. അത് ഫസ്റ്റ് ഡേയിലെ GK ആണ് പഠിക്കുന്നത്.
പിന്നെ പിറ്റത്തെ ദിവസം ക്വസ്റ്റ്യൻ പേപ്പറാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് GK ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് ഇട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ 11:45 to 12 മണി വരെ മലയാളം പഠിക്കുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാത്ത ദിവസമാണ് മലയാളം പഠിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത ദിവസമാണെങ്കിൽ നമുക്ക് ആ സമയം 11:45 to 12 മണി വരെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിന് കൊടുക്കാം. ആ സമയം അടുത്തത് 12:05 മുതൽ 1:10 വരെ. അതിന് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാത്ത ദിവസമാണെങ്കിലാണ് മാത്സ്, ഇംഗ്ലീഷ്. മാത്സ് ഒരു 30 മിനിറ്റിന്, ഇംഗ്ലീഷ് ഒരു 30 മിനിറ്റ് പഠിക്കുക. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത ദിവസമാണെങ്കിൽ അന്ന് ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റഡി ആയിരിക്കും ഈ 12:05 മുതൽ 1:10 വരെ. അടുത്തത് 5 മണി മുതൽ 5:40. ഇത് വൈകുന്നേരത്തെ ആ ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് വീട്ടുജോലികൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഓഡിയോ ആയിട്ടാണ് ഇത് കേൾക്കേണ്ടത്. ഇത് റിവിഷൻ GK നമ്മൾ ഈ എന്താണോ GK പഠിച്ചത് അതിൻ്റെ റിവിഷൻ ആയിരിക്കും. 7 മണി മുതൽ 7:30 വരെ ഡെയിലി കറണ്ട് അഫയേഴ്സ് റൈറ്റിംഗ് ആണ്. ഇവിടെ ഞാൻ ഓഡിയോ ആണ് കേട്ടത്. ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ ഓഡിയോ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് റൈറ്റ് ചെയ്യുന്നത് 7 മണി മുതൽ 7:30 വരെയാണ്. അടുത്ത 9 മണി മുതൽ 9:40 വരെ റിവിഷനാണ്. ഈ മൊത്തത്തിലുള്ള ഒരു റിവിഷൻ, നമ്മൾ പഠിച്ചതൊക്കെ കൂടി ഒരു റിവിഷൻ. അതാണ് ഈ ടൈം ടേബിൾ കേട്ടോ. ഇത് എൻ്റെ ടൈം ടേബിളാണ് കേട്ടോ. നിങ്ങൾക്കും ഇതുപോലെ എക്സ്ട്രാ ടൈം കണ്ടെത്തി ഇങ്ങനെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാം. Day 1 നമ്മൾ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ പാർട്ട് 1 പഠിക്കുമ്പോൾ SCERT നോക്കാം. SCERTയിൽ 2 ചാപ്റ്ററാണ് വരുന്നത്. അത് ഓൾഡ് SCERTയിൽ 2 ചാപ്റ്ററും ന്യൂ SCERTയിൽ 1 ചാപ്റ്ററുമാണ് കേരളത്തിൻ്റെ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അത് ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട, കേരള ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് SCERT ടെസ്റ്റിലുള്ളത്. ഇതിൽ നമ്മൾ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ ആദ്യം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ്, പിന്നെ എത്ര ജില്ലകളുണ്ട്, അങ്ങനെയൊക്കെയുള്ള വിവരങ്ങളാണ് ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് റാങ്ക് ഫയൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുകൾ ഉണ്ടാവും, അതും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഈ ഭാഗങ്ങളൊക്കെ പഠിക്കുക. ജനസംഖ്യ, വിസ്തീർണം, ജില്ലകൾ, ജില്ലാ പഞ്ചായത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ നമുക്ക് ഔദ്യോഗികമായിട്ട് എന്താണ് ഔദ്യോഗിക മൃഗം, കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി, മത്സ്യം, ഔദ്യോഗിക വൃക്ഷം, അങ്ങനെയുള്ളതൊക്കെ പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ പട്ടികജാതിക്കാർ കൂടുതലുള്ളത്, കുറവുള്ളത്, അങ്ങനെയൊക്കെ ജില്ല എന്നൊക്കെ ഉണ്ടല്ലേ, അങ്ങ് പഠിക്കുക. പിന്നെ തെക്ക് വടക്ക് ഈ വിവരം ഉണ്ടല്ലോ, കേരളത്തിലെ തെക്കേയറ്റത്തെ ജില്ല തിരുവനന്തപുരം, അങ്ങനെയുള്ള കാര്യങ്ങൾ, വടക്കേയറ്റത്ത് എന്താണ് വടക്കേയറ്റത്തെ താലൂക്ക്, അങ്ങനെയൊക്കെ ഉള്ളത് പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതിൽ റാങ്ക് ഫയൽ തന്നെ ഉള്ളത്, ഇത് നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കാറില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് നോക്കാം. പിന്നെ ജനസംഖ്യയുടെ കാര്യങ്ങൾ നോക്കാം. ജനസംഖ്യ കൂടുതലുള്ള ജില്ല, കുറവുള്ള ജില്ല, വലിയ ജില്ല, പിന്നെ കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ താലൂക്ക്, കൂടുതലുള്ള വില്ലേജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യനായിട്ട് വരാറുള്ളതാണ്. അപ്പോൾ അതൊക്കെ പഠിക്കാം. പിന്നെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി പറഞ്ഞിട്ട് വരുന്നുണ്ട്. അത് നമ്മൾ 2ാമത്തെ ദിവസം നോക്കിയാൽ മതി. കേരളത്തിൻ്റെ ഭൂപ്രകൃതി, മലനാട്, ഇടനാട്, അതൊക്കെ നമ്മൾ 2ാമത്തെ GK ടോപ്പിക് ഇടുന്ന ദിവസം നമ്മൾ അതാണ് ഇട്ടോടുന്നത്. അപ്പോൾ പഠിച്ചാൽ മതി. നദികളും കായലുകളും അങ്ങനെയൊക്കെ നമ്മൾ പിന്നെയാണ് പിറ്റേ ദിവസമാണ് ടോപ്പിക് ഇടുന്നത്. അപ്പോൾ ആദ്യത്തെ കേരളം അടിസ്ഥാന വിവരങ്ങൾ എന്നതിൽ നമ്മൾ ഔദ്യോഗിക വിവരങ്ങളും തെക്ക് വടക്കുള്ള വിവരങ്ങളും കേരളത്തിൻ്റെ എന്താണ് സംസ്ഥാനം നിലവിൽ വന്ന എന്നാണ്, എത്ര ജില്ല ഉണ്ട്, ജില്ലാ പഞ്ചായത്ത് എത്ര ഉണ്ട്, അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ പഠിക്കാം. മാത്സ് പഠിക്കാൻ യൂട്യൂബ് ചാനൽ നോക്കുക കേട്ടോ നല്ലത്. അവർ ഈസി ആയിട്ടുള്ള ട്രിക്സൊക്കെ നമുക്ക് പഠിപ്പിച്ച് തരുന്നതുകൊണ്ട് നമുക്ക് വേഗത്തിൽ മാത്സ് ചെയ്യാൻ പറ്റും. റാങ്ക് ഫയലൊക്കെ നോക്കി നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നും. റാങ്ക് ഫയൽ നോക്കി പഠിക്കുന്നവർക്ക് അങ്ങനെയും പഠിക്കാം കേട്ടോ. അപ്പോൾ മാത്സ് കഷ്ടമാണ് എന്ന് തോന്നുന്നവർക്ക് നമുക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ജെറിൻ സാറിൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, അതുപോലെ തന്നെ പ്രദീപ് സാറിൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. അതൊക്കെ എഡ്യു ഓൺ ലേണിംഗ് സൊല്യൂഷൻ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പഠിക്കാം. ജെറിൻ സാറിൻ്റെ ട്രിക്റ്റാണ്, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ആ ചാനലൊക്കെ വെച്ച് നമുക്ക് പഠിക്കാം. അവർ തന്നെ പാർട്ട് 1 പാർട്ട് 2 എന്നൊക്കെ പറഞ്ഞിട്ട് മാത്സിൻ്റെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടാവും, വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പഠിക്കാം. പിന്നെ ഇംഗ്ലീഷ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ഒന്ന് അടിച്ചു കൊടുത്താൽ, യൂട്യൂബിൽ തന്നെ അടിച്ചു കൊടുത്താൽ നമുക്ക് പഠിക്കാം. അല്ലെങ്കിൽ റാങ്ക് ഫയൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ അങ്ങനെ പഠിക്കാം. പിന്നെ കേരള സർക്കാരിൻ്റെ പുതിയ പദ്ധതികൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അത് നമ്മൾ യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ ഉണ്ട്, അങ്ങനെ ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് പഠിക്കാം. 2025 2024 വേണമെങ്കിൽ പഠിക്കാം. 2025 ഇമ്പോർട്ടൻറ്റ്. ഡെയിലി കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് യൂട്യൂബ് ചാനലുകളൊക്കെ ഉണ്ട്. ടാലൻറ്റിൻ്റെ കറണ്ട് അഫയേഴ്സിൻ്റെ ചാനലുണ്ട്. അതിൽ ഒരു ഡെയിലി കറണ്ട് അഫയേഴ്സ് ഇടും. ചിലപ്പോൾ 2 ദിവസം കൂടുമ്പോഴൊക്കെയാണ് ഇടുക. അപ്പോൾ അങ്ങനെ അതിൽ വെച്ച് പഠിക്കാം. യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ വേറെയും ഡെയിലി കറണ്ട് അഫയേഴ്സ് ഇടുന്ന ചാനലുകളൊക്കെ കാണാം. അപ്പോൾ അതിൽ നിന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാം.
അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വായിച്ചിട്ട് നമുക്ക് നോട്ട് എഴുതിയിട്ടും പഠിക്കാം. ഇനി നമുക്ക് ഡേ 2ത്തെ ഇത് ടൈം ടേബിളും കൂടി ഒന്ന് നോക്കി നോക്കാം. ഡേ 2ൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഒരു 30 മിനിറ്റ് റിവിഷനാണ്. നമ്മൾ തലേ ദിവസം പഠിച്ച 1-ാം തീയതി പഠിച്ച കാര്യങ്ങളുടെ 1-ാം തീയതി പഠിച്ച കാര്യങ്ങളുടെ ഒരു റിവിഷനാണ് ഫസ്റ്റ് 30 മിനിറ്റിൽ നമ്മൾ ചെയ്യുന്നത്. പിന്നെ അടുത്ത അവറിൽ നമ്മൾ ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. തലേ ദിവസം നമ്മൾ GK പാർട്സാണ് പഠിച്ചത്. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറാണ് പഠിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ 1 മണിക്കൂർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് 1.25 മണിക്കൂറൊക്കെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. തുടക്കക്കാരാണെങ്കിൽ അങ്ങനെയൊക്കെ വേണ്ടി വരും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1.25 എടുക്കുക, അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ ചെയ്ത് തീർക്കുക. പിന്നെ 50 മിനിറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക, മാർക്കൊക്കെ നോക്കി വയ്ക്കുക. പിന്നെ 1 അവർ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് തെറ്റിയ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റഡി എന്ന് എഴുതിക്കുന്നത് അതുകൊണ്ടാണ്. പിന്നെ 20 മിനിറ്റ് ഡെയിലി കറണ്ട് അഫെയർസിന് വേണം. പിന്നെ 20 മിനിറ്റ് മൊത്തം റിവിഷനും. അങ്ങനെയായിട്ട് ഡേ 2 നമ്മൾ കംപ്ലീറ്റ് ആവും. ഇത്രയാണ് 2 ദിവസത്തെ ടൈം ടേബിൾ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈം ടേബിൾ ഫോളോ ചെയ്തിട്ട് പഠിക്കുക. ഇനി നിങ്ങൾക്കിത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. എന്നാൽ ഞാൻ ബാക്കിയുള്ള ടൈം ടേബിളും കൂടി കമ്മ്യൂണിറ്റി പോസ്റ്റിലോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ടൊക്കെ ഞാൻ ചെയ്യാം. ഇനി നമുക്കൊരു റിവിഷൻ ടെക്നിക്കും കൂടി നോക്കാം. സ്പേസ്ഡ് റിപ്പറ്റീഷൻ എന്ന് പറഞ്ഞ ടെക്നിക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമുക്ക് ഈസി ആയിട്ട് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. നമ്മളിങ്ങനെ ഒരു റിവിഷൻ നോട്ട് ഉണ്ടാക്കുക. ആ നോട്ടിൽ നമ്മൾ ഞാനത് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരു നോട്ട് ഉണ്ടാക്കിയതിന് വേണ്ടിയിട്ട് പിന്നെ ഡേറ്റ് ഇട്ടു. ഫസ്റ്റ് ഡേ നമ്മൾ പഠിച്ചത് ഒന്ന് എഴുതി വെച്ചു. എന്നിട്ട് പിന്നെ ചെയ്യുന്നത് 2-ാം തീയതി നമ്മളിതിൻ്റെ റിവിഷൻ ഒന്നും ചെയ്യണം. 2-ാമത്തെ ദിവസം നമ്മൾ റിവൈസ് ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഇട്ടിട്ട് ആ ടോപ്പിക്കുകൾ എഴുതി വെച്ചു. പിന്നെ നമ്മൾ ഈ ടോപ്പിക്ക് എഴുതി വെക്കേണ്ടത് അടുത്ത 7-ാമത്തെ ദിവസം 7-ാം തീയതിയാണ്. അപ്പോൾ 7-ാം തീയതി നോട്ടിൽ ഞാൻ 3, 4 എന്ന് പറഞ്ഞിട്ടൊക്കെ ഡേറ്റ് ഇട്ട് വെച്ചു. എന്നിട്ട് 7-ാം തീയതി വന്നപ്പോൾ 7-ാം തീയതിയിൽ നമ്മൾ 1-ാം തീയതി 1-ാമത്തെ ദിവസം പഠിച്ച കാര്യം അത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചു. ഇത് നമുക്ക് സെക്കൻഡ് റിവിഷനാണ് ഇത് വരുന്നത്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ റിവൈസ് ചെയ്യുന്നത് 21-ാമത്തെ ദിവസമാണ്. 21-ന് അപ്പോൾ നമ്മൾ 21-ാം തീയതി ഞാൻ അതുപോലെ നമ്മൾ ഫസ്റ്റ് ഡേ പഠിച്ച വിവരങ്ങളെല്ലാം ടോപ്പിക്കുകളെല്ലാം എഴുതി വെച്ചു. നമ്മൾ ഇത് 21-ാം തീയതി റിവിഷൻ ചെയ്യണം. അപ്പം നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഈ റിവിഷനും നോട്ടും കൂടി നോക്കുക. നമ്മൾ എന്താണ് അന്ന് റിവൈസ് ചെയ്യേണ്ടത് ഒന്നും കൂടി നോക്കിയിട്ട് റിവൈസ് ചെയ്യുക. അങ്ങനെയാണെന്ന് നമുക്ക് സിമ്പിളായിട്ട് റിവൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കിത് ഈ ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുക. ഞാനിങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ റിവൈസ് ചെയ്യുന്നത് 90 ദിവസം കഴിഞ്ഞിട്ടാണെന്നാണ് പറയുന്നത്. ഞാൻ MT വ്ളോഗ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയൊന്ന് ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം എന്നാണ് പറഞ്ഞിട്ടാണ് ഇപ്രാവശ്യം ഞാൻ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം. ഇത് ഫസ്റ്റ് ഡേ പഠിച്ച ടോപ്പിക്കിൻ്റെ റിവിഷൻ ഈ 21-ാം തീയതി കഴിഞ്ഞിട്ട് പിന്നെ 90 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ 90 ദിവസം കഴിഞ്ഞിട്ട് ചെയ്താൽ പിന്നെ നന്നായിട്ട് മെമ്മറി പവറിൽ നിൽക്കുമെന്നാണ് MT വ്ളോഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ആ സാറ് പറഞ്ഞത്. അങ്ങനെ ഞാനൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഇതുപോലെ ഞാൻ നെക്സ്റ്റ് എങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ 2-ാമത്തെ ദിവസം 2-ാം തീയതി നമ്മൾ കുറേ ടോപ്പിക്കുകൾ പഠിക്കും. ആ 2-ാം തീയതി പഠിച്ച ടോപ്പിക്കുകൾ നമ്മൾ പിന്നെ റിവൈസ് ചെയ്യേണ്ടത് 3-ാം തീയതി റിവൈസ് ചെയ്യണം. പിന്നെ റിവൈസ് ചെയ്യുന്നത് 8-ാം തീയതി, പിന്നെ റിവൈസ് ചെയ്യേണ്ടത് 22-ാം തീയതി. അങ്ങനെ ഓരോ ദിവസം പഠിക്കുന്നത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. റിവൈസ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പം നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കേണ്ടവർക്ക് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൂടെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് നേടാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ലൊരു റാങ്കിൽ എത്തിച്ചേർന്നിട്ട് നല്ലൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിട്ട് മാറുക. താങ്ക് യു.